തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ശരിക്കും വിറ്റ്നസിങ്. തേർഡ് ഐ എന്ന് പറയുന്നത് മൂന്നാമതൊരു കണ്ണാണ്. ഈ രണ്ട് വിരിയത്തിനിടയ്ക്ക് ഒരു കണ്ണ്, അതൊരു എനർജി സെൻ്ററാണ്. അത് ഫിസിക്കൽ ആയിട്ടുള്ള അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിനകത്ത്, എൻ്റെ വെബ്സൈറ്റ് ഉണ്ട് nityyoga.in, അതിനകത്ത് ചക്ര മെഡിറ്റേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമുക്ക് ഊർജ്ജം നമ്മളിൽ നിറഞ്ഞു കവിയുള്ളൂ. പക്ഷെ നമ്മൾ ഈ തേർഡ് ഐ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ തേർഡ് ഐക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല, ആക്ടിവേഷന് വേണ്ടി. അതാണ് വിറ്റ്നസിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിറ്റ്നസ് ആകാതെ തേർഡ് ഐ ആക്ടിവേഷൻ നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അതിനുവേണ്ടി ഒരു മെഡിറ്റേഷൻ ടെക്നിക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഗുണം ചെയ്യത്തില്ല. കാര്യം ഏറ്റവും ബേസിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിറ്റ്നസിങ് തന്നെയാണ്. അപ്പം നമ്മൾ വിറ്റ്നസ്സായി മാറുമ്പോൾ നമ്മളുടെ തേർഡ് ഐ ഓപ്പൺ ആവുക ചെയ്യുന്നത്. മൂന്നാം കണ്ണ്, സാധാരണ നമുക്ക് ഫിസിക്കലായിട്ട് രണ്ട് കണ്ണുകളാണുള്ളത്. അങ്ങനെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. നമ്മളെ സാക്ഷി ഉണരുമ്പോൾ ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറമാണ് സാക്ഷി. ആ ഒരു വ്യൂവിൽ നമ്മൾ ലോകത്തെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ ടോട്ടൽ കാഴ്ചപ്പാടായി മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചക്രായൊക്കെ ഇതുപോലെ കണക്ട് ചെയ്തു, ഇങ്ങനെയുള്ള ഇന്നർ ഓർഗൻസ് ആയിട്ട് കണക്ട് ചെയ്തു, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ വിറ്റ്നസിങ് തന്നെയാണ്. വൺസ് വിറ്റ്നസിങ് വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ബാക്ക് സൈഡിലേക്ക് പോകും. ബാക്കിയെല്ലാം അപ്രധാനങ്ങളാണ്. അത് നിങ്ങൾക്ക് വിറ്റ്നസ് ആയി കഴിയുമ്പോൾ സ്വയം മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പവർ എന്ന്. ഇതാണ് വിറ്റ്നസിങ് ആണ് എൻ്റെ ഏറ്റവും വലിയ പവർ. ആ സാക്ഷിഭാവം, ആ ഒരു കുന്നുംപുറത്തെ നിരീക്ഷകനെ പോലെയാണ്. എല്ലാം കാണാം, എല്ലാം അറിയാൻ സാധിക്കും. നമ്മുടെ ഒബ്സർവേഷൻ തന്നെയാണ് കീ. ഓക്കെ.